ചെസ് കമ്പനി മുന്നോട്ട് വയ്ക്കുന്ന ശുദ്ധമായ ജീവിതോർജ്ജ പരിപാലന കേന്ദ്രം എന്ന ആശയം പ്രവർത്തന പദത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി നടത്തുന്ന പ്രഥമ മിത്രമേളയ്ക്കാണ് നാം ഏവരും സാക്ഷ്യം വഹിക്കുന്നത്. അന്ധവിശ്വാസത്തിന്റെയും അനാചാരങ്ങളുടെയും ജാതീയ ഉച്ചനീചത്വത്തിന്റെയും ഇരുണ്ട കാലം അവസാനിച്ചു. ശാസ്ത്രയുഗത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അറിവിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെയും ആരോഗ്യ പരിപാലനത്തിന്റെയും അത്ഭുതകരവും വിപ്ലവാത്മകവുമായ മാറ്റമാണ് നാം ഇന്ന് ദർശിക്കുന്നത്. അന്ധകാരത്തിന്റെ നിഴൽപ്പാടുകൾ മറനീക്കി ഇനിയും നമുക്ക് പുറത്ത് വരാനുണ്ട്. ശുഭാപ്തി വിശ്വാസത്തിലൂടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കിയെടുക്കുക, മാനവിക മൂല്യങ്ങൾ സംരക്ഷിക്കുക, വിഭാഗീയത മറന്ന് സഹവർത്തിത്വത്തോടെ, സഹിഷ്ണുതയോടെ, സാഹോദര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു സമൂഹ നിർമ്മിതിയാണ് ചെസ് കമ്പനി ദർശനം മിത്രമേളകളിലൂടെ ലക്ഷ്യമിടുന്നത്. ശാസ്ത്ര നേട്ടങ്ങൾ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഭൗതിക സുഖ സൗകര്യങ്ങൾ കാലം നമുക്ക് നൽകിയിട്ടുള്ളതാണ്. അതിന്റെ വിനിയോഗമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഈ പ്രകൃതിയിലെ സകല ജീവജാലങ്ങൾക്കും ഈ ഭൂമി മനുഷ്യരെ പോലെ തന്നെ അവകാശപ്പെട്ടതാണ്. സഹജീവി സ്നേഹം, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് നിർത്തുക എന്നിവയൊക്കെ ഈ മിത്രമേള നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. യുണൈറ്റ് ഫോർ ദ വെൽഫെയർ ഓഫ് ദ വേൾഡ്, ലോകക്ഷേമത്തിനായി ഒന്നിക്കുക എന്നതാണ് മിത്രമേളയിൽ മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം. കാലം നമുക്കായി നൽകിയ ശാസ്ത്രയുഗത്തിന്റെ അഭിവൃദ്ധിയുടെ ഘട്ടത്തിലും വർഗീയതയുടെയും അസഹിഷ്ണുതയുടെയും വിഭാഗീയതയുടെയും മനുഷ്യൻ താൻ സ്വയം സൃഷ്ടിച്ച വ്യാകുലതകളാൽ വലയുന്നു. പരസ്പര ഐക്യമില്ലായ്മയാണ് ഈ വ്യാകുലതകളുടെ അടിസ്ഥാനം. ചെസ് കമ്പനി മിത്രമേള ഐക്യം, സമാധാനം, സമൃദ്ധി എന്നിവയ്ക്ക് വേണ്ടിയുള്ള സൗഹൃദപരമായ ഒത്തുചേരലാണ്. ജാതി, മതം, സംസ്കാരം, രാഷ്ട്രീയം, ലിംഗഭേദം, വിഭാഗീയതകൾ ഏതുമില്ലാതെ സൗഹൃദപരമായ ഒരു ഒത്തുചേരലാണ് ഈ മിത്രമേള. ഇത് മനുഷ്യർക്കിടയിൽ പരസ്പര സ്നേഹം, സാമൂഹിക ഉത്തരവാദിത്തം, കരുതൽ എന്നിവയ്ക്ക് ഇടവരുത്തും എന്നതിൽ സംശയമില്ല. സമത്വം, സാഹോദര്യം, സമാധാനം, പോസിറ്റിവിറ്റി എന്നിവയുടെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന വേദികളാണ് ചെസ് കമ്പനി വിഭാവനം ചെയ്യുന്ന മിത്രമേളകൾ. മാനവരാശിയുടെ ഐക്യത്തിനും സമൃദ്ധിക്കും വേണ്ടി സൗഹൃദ കൂട്ടായ്മകൾ, മിത്രമേളകൾ കാലം എന്നും നമ്മളോട് ആവശ്യപ്പെടുന്നു. ഇത്തരം കൂട്ടായ്മകൾ രാജ്യമെമ്പാടും ലോകമെമ്പാടും വ്യാപിപ്പിക്കേണ്ടതുണ്ട്.